സുകുമാർ അഴീക്കോട് തൻ്റെ അമ്മയെക്കുറിച്ച് ഉള്ളൊരു ഓർമ്മ. ആ ഓർമ്മ വായിക്കാനായിട്ട് മദേഴ്സ് ഡേ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത് മനസ്സിൽ മറ്റൊരു വിങ്ങലായി നമ്മുടെ എല്ലാമുള്ള എഡിറ്റർ ഷെൽവി. അദ്ദേഹത്തിൻ്റെ ദുരന്തം നമ്മളൊന്നും മറന്നുപോയില്ല. അദ്ദേഹം മൽബറി, അത് ബുക്സ് നമ്മൾ മറന്നിട്ടില്ല. മൽബറി പുറത്തിറക്കിയ ഓർമ്മ എന്നൊരു ബുക്കുണ്ട് കേട്ടോ. ഇതിൽ കുറേ നോവിക്കുന്ന ഓർമ്മകൾ, അങ്ങനെ പലതരം ഓർമ്മകൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ തുടങ്ങുന്നത് തന്നെ സുകുമാർ അഴീക്കോടിൻ്റെ ഒരേ ഒരു ഓർമ്മ എന്നൊരു ലേഖനവുമായിട്ടാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതൊരു അന്ത്യത്തിൻ്റെ ഓർമ്മയാണ്, കഥ കേട്ടാൽ അങ്ങനെ തോന്നും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. 1981 ഒരു ഓണക്കാലം അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം വകുപ്പ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഓണത്തിന് ധാരാളം പ്രസംഗങ്ങളുണ്ടായിരുന്നു. 1-ാം ഓണം മംഗലാപുരത്ത്, 2-ാം ഓണം ബാംഗ്ലൂരിൽ, 3-ാം ഓണം ബോംബെയിൽ, അങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ബാംഗ്ലാപുരം എക്സ്പ്രസ്സിന് രാവിലെ തന്നെ പുറപ്പെടാനായിട്ട് കുളിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഭയം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇനി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ, ഞാൻ ഇല്ലാത്തപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. കുളി കഴിഞ്ഞ് പുറപ്പെടാനിറങ്ങിയപ്പോൾ കണ്ണൂരിൽ പോകാനുള്ള ടാക്സി മുറ്റത്ത് വന്ന് നിന്നു. ഞാൻ ഇറങ്ങാൻ പുറപ്പെടുകയായിരുന്നു, പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. അമ്മ കസാലയിൽ നിന്ന് ചെരിഞ്ഞു കിടന്നു. ഞാൻ ചെന്ന് പിടിച്ചു. കുഴഞ്ഞു കിടക്കുകയാണ്. മംഗലാപുരം വണ്ടിക്ക് പോകാൻ എത്തിയ ടാക്സിയിൽ അമ്മയെ ഞങ്ങൾ കണ്ണൂരിൽ ഒരു വലിയ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹം അധിക സമയമെടുത്തില്ല. അമ്മ മരിച്ചുപോയത്രേ. ആ ഓർമ്മയാണ്. ആ ഓർമ്മ അദ്ദേഹം എഴുതുകയാണ്: ഈ ഓർമ്മ മരണത്തിൻ്റെ ഓർമ്മയല്ല, സ്നേഹത്തിൻ്റെ, മരണമില്ലായ്മയുടെ ഓർമ്മയാണ്. ആ ഓർമ്മ അതുകൊണ്ട് മരിക്കുകയില്ല. എന്നെ ഇന്ന് ജീവിപ്പിച്ച് നിലനിർത്തുന്നത് അതാണ് ആ ഓർമ്മ. അതിന് തൊട്ടടുത്ത് വരുന്ന ലേഖനം കൂടെ വായിച്ചാലേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുള്ളൂ. അതിന് മുമ്പൊരു ചോദ്യം ചോദിക്കട്ടെ: ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാതൊരു മുൻവിധിയില്ലാതെ വഴക്കുണ്ടാക്കുന്ന ആരോടായിരിക്കും? അമ്മയോടാണെന്ന് പറയുന്നതിൽ ഈ രാത്രി കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ലല്ലോ, നമ്മളെല്ലാവരും തന്നെ. കാരണം അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. അമ്മയോടാകുമ്പോൾ എന്തും പറയാലോ എന്നൊരു സ്വാതന്ത്ര്യം. അതുകൊണ്ടാവാം നമ്മൾ അമ്മയോട് ഏറ്റവും കൂടുതൽ വഴക്ക് പിടിക്കുന്നത്. അമ്മയുടെ ആവശ്യങ്ങൾ ഏറ്റവും അവസാനം അമ്മ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് ഉപേക്ഷാപൂർവ്വം ചിന്തിക്കുന്നത്. പക്ഷെ ആ ചിന്തകളെല്ലാം ചിലപ്പോഴുണ്ടല്ലോ ഒരു പോയിന്റ് ചെല്ലുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തി കളയും. അത്തരമൊരു ഓർമ്മയാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ ആശാ മേനോൻ മേഘപാളികൾ എന്ന ഓർമ്മയിൽ പങ്കുവയ്ക്കുന്നത്. അതും കൂടി ഞാൻ ഒന്ന് വായിക്കാമേ. എക്സ്റേ വിഭാഗത്തിൽ ഒരേ ഒരാൾ, റേഡിയോളജിസ്റ്റ് ആവാം, കുറേ എക്സ്റേകൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഒടിവ് പറ്റിയ എല്ലുകൾ, ദ്രാവകമൂറിയ മുതുകല്ലുകൾ, ഭ്രാന്തമായി വികസിക്കാൻ തുടങ്ങുന്ന ജീവകോശങ്ങൾ, അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എക്സ്റേ, അയാളുമായി സംസാരിച്ച് നിൽക്കാതെ എക്സ്റേയും എടുത്ത് സർജൻ്റെ സമീപത്ത് ചെല്ലുമ്പോൾ ഒരു തണുപ്പ് ബാധിച്ചതുപോലെ തോന്നി. പുറംചട്ടയിലെ കുറിപ്പ് വെറുതെ വായിച്ചു നോക്കി. പിന്നെ എന്തോ ഒരു പേരാണ്, എനിക്കത് വായിക്കാനുള്ള ഇതില്ല, വലിയൊരു പേരാണ്. അപ്പോൾ അത് അദ്ദേഹത്തെയും ഭയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ നോക്കി നിൽക്കുകയാണ്. അമ്മയുടെ എക്സ്റേ ആണ്. അപ്പോൾ ഇടനാഴിയുടെ ഒരറ്റത്ത് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ആരെയോ പെട്ടെന്ന് കൊണ്ടുവന്നു. നായയുടെ കടിയേറ്റു വന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതെല്ലാം മുന്നേ ഡോക്ടറെ കാത്തിദ്ദേഹം നിൽക്കുന്ന ആ നിമിഷങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഓർക്കായിരുന്നു ഏതെല്ലാം ഓർമ്മകളുടെ ശിഥിലപാളികൾ. അമ്മയോട് ദേഷ്യപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്തൊരു കയ്പ് മനസ്സിലൂറി. സഹപ്രവർത്തകരിൽ ഒരാൾ ഓഫീസിൽ വെച്ച് ചിലപ്പോൾ പറയും: നിങ്ങൾക്ക് എന്ത് ക്ഷമയാണ്, എപ്പോഴും ചിരിച്ചിട്ട്, എത്ര നല്ല സ്വഭാവമാണ്, ശാന്തനായിരിക്കൂ, ശക്തിയുള്ളവർക്കേ ക്ഷമിക്കാൻ സാധിക്കൂ. അപ്പോഴൊക്കെയും മനസ്സിൽ കരുതും: ഞാൻ ഒരാളോട് മാത്രമേ ക്ഷമ കാണിക്കുന്നതിൽ പരാജയപ്പെടാറുള്ളൂവല്ലോ, എൻ്റെ പാവമായ അമ്മയോട്. വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ ഒരക്ഷരം മറുത്തു പറയാതെയാണ് അമ്മ മുമ്മറത്തു നിന്ന് എഴുന്നേറ്റ് പോവുക. ചിലപ്പോൾ അത് മുഷിഞ്ഞ വേഷ്ടി ഉടുത്തതിനാവും, അല്ലെങ്കിൽ ചവനപ്രാശമോ മറ്റോ തീർന്നതിനാവും. അമ്മ എഴുന്നേറ്റ് പോകുമ്പോൾ ആ കാലടിയിൽ ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് എത്ര തവണ ഓർത്തിരിക്കുന്നു. ഒരിക്കലും പ്രണമിക്കാൻ കഴിയാത്തപ്പോഴാവും ആ സന്ധ്യകളുടെ അധർമ്മഭാരം മനസ്സിനെ ഞെരുക്കുക. ഒന്നും കൂടെ വേണേ കേട്ടുള്ളൂ: ഒരിക്കലും പ്രണമിക്കാൻ കഴിയാത്തപ്പോഴാവും ആ സന്ധ്യകളുടെ അധർമ്മഭാരം മനസ്സിനെ ഞെരുക്കുക. ശരിയല്ലേ? നമ്മളെപ്പോഴും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് അമ്മയാവാം, അച്ഛനാകാം, സുഹൃത്താവാം, പ്രണയിനിയാവാം, എന്ത് തന്നെ ആവട്ടെ, നമ്മളുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ അതിനെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എത്രയോ തവണ എടുക്കുന്നു. കുഴപ്പമില്ലല്ലോ, നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല ഇതിനൊരു തീരലുണ്ടാവുമെന്ന്. പക്ഷേ ഇത്തരം ചില നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ ചിലപ്പോൾ നമ്മുടെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആവും. അദ്ദേഹം തന്നെ ബാക്കി എഴുതുമായിരുന്നു: എന്നും അമ്മ ജീവിച്ചിരിക്കുമെന്ന സങ്കല്പമല്ല പേടിക്ക് മുന്നിൽ.
മാത്രമോ ആ മരണം പെട്ടെന്ന് സംഭവിച്ചെങ്കിൽ എന്നുകൂടി ഞാൻ ആശിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പോലും വിറയേൽപ്പിക്കുന്ന ആഘാതം പെട്ടെന്നുള്ള മരണത്തിനെ സൃഷ്ടിക്കാൻ കഴിയൂ. എങ്കിലും അമ്മ വേദനിക്കരുതെന്ന് മാത്രം കേണു പോകുന്നു. മെല്ലെ മെല്ലെയുള്ള ഇല്ലാതാവലാവുമോ ആ മേഘപാളികളുടെ അർത്ഥം? ഉള്ളംകൈ വിയർത്തു തുടങ്ങിയിരുന്നു. എക്സ്റേ ഒന്ന് മാറ്റിപ്പിടിച്ചു. അപ്പോഴേക്കും ഡോക്ടർ വന്നു. ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ സം കേസസ് ദേ ഗെറ്റ് ഓൾ ദ സെൽസ് ബിക്കം ഡീജനറേറ്റ്. ഒരു തേയ്മാനം പോലെ ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന്. അതൊരു രണ്ടാം ഊഴം നമുക്ക് കിട്ടുകയാണ്. ചില നേരങ്ങളിൽ നമുക്കങ്ങനെ ഒരു ഊഴം കിട്ടാറില്ല. അപ്പോൾ ഈ ശുഭരാത്രി നേരത്ത് ഞാനും നിങ്ങളും ഒരുപോലെ ഒന്ന് ഉള്ളിലേക്ക് നോക്കുന്നത് എന്ത് നന്നായിരിക്കും. നമ്മൾ ആരോടൊക്കെയാണ് ഈ അധർമ്മസന്ധികളിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത്? നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വളരെ അത്ര കാര്യമായി അവരോട് നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയാത്തത്? ഏത് നിമിഷവും ഒരു മേഘവാളി വന്ന് മൂടാവുന്നത് മാത്രമാണ് ഈ ജീവിതമെന്ന് നാം എപ്പോഴൊക്കെയാണ് മറന്നുപോയിട്ടുള്ളത്? ഒന്നോർക്കാൻ ഇത്തരം വായനകൾ വളരെ സഹായകമാകും. ശുഭരാത്രി.